Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon, Good afternoon. Okay, good afternoon. Okay, in the last studies, like a vice don't care no. I should know. എന്താണ് നമ്മള് അല്ലെ അവിടെ കൃത്യമായിട്ട് ഹ്യൂമൻ റിസോഴ്സിന്റെ ഫങ്ഷൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ HRM ഫങ്ഷൻസ് ഒക്കെയാണ് പഠിപ്പിച്ചു നിർത്തിയത് അല്ലെ അവിടെ വരെയാണ് നിർത്തിയത് അല്ലെ ഇതുവരെയല്ലേ Yes, ma'am. അപ്പൊ നമുക്ക് ഇനി എടുക്കേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലൈൻ മാനേജേഴ്സ് ഡ്യൂട്ടീസ് ആണ് ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മളപ്പോ കണ്ടു അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് കുറച്ച് അല്ലെ എബിലിറ്റീസ് സ്കില്ലൊക്കെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് അവർക്ക് നല്ല മോട്ടിവേഷൻ ഒക്കെ കൊടുത്ത് എന്താണ് തീർച്ചയായിട്ടും നല്ല ഒരു പെർഫോമൻസ് കാണിക്കുന്ന എംപ്ലോയീസ് ആയിട്ട് വാർത്തെടുത്താലാണ് തീർച്ചയായിട്ടും ബെറ്റർ ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് ഘട്ടത്തിലേക്ക് എത്തി അല്ലെ എത്രമാത്രം റിസോഴ്സസ് ഉണ്ടായാലും ഹ്യൂമൻ എഫേർട്ട് അതിപ്രധാനമായിട്ടുള്ള കാര്യം എന്നൊക്കെ നമ്മൾ കണ്ടു ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ വേരിയേഷൻസ് ഒക്കെ കണ്ടു അല്ലെ പഴയ ഓൾഡ് കൺസെപ്റ്റ് ആയ കാര്യങ്ങളും ഇപ്പോഴത്തെ HR ഡിപ്പാർട്ട്മെന്റിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമുക്കറിയാവുന്ന പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജസ്റ്റ് നോക്കാം as a manager of an important division of an organization the duties are usually many and also hold great importance in a company following the duties of a HR manager അതായത് നമുക്കറിയാം അല്ലെ ഈ കാലഘട്ടത്തില് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട് അല്ലെ ഒരു HR മാനേജർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ജസ്റ്റ് ഒന്ന് എംപ്ലോയീസിനെ ഒന്ന് അല്ലെ ഏതെങ്കിലും ഒരു വേക്കൻസി വരുമ്പോൾ ഒരാളെ കണ്ടെത്തുന്ന എന്നുള്ള ഒരു കാര്യം മാത്രമല്ല അവിടെ വേക്കൻസികൾ വരാൻ സാധ്യതയുള്ളതിനെ കുറിച്ചിട്ടും എങ്ങനെ ആൾക്കാരെ കണ്ടെത്താനായിട്ട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളെ കുറിച്ചിട്ടും സെലക്ഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടും അവരുടെ സ്കില്ലും നോളജും ഡെവലപ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട അവരുടെ ചുമതലകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോക്കാം കമ്പയറിംഗ് ആൻഡ് planning to make the best use of the employee talent and skill. അതായത് നമുക്കറിയാം ഒരു എപ്പോഴും ഒരു കണക്കൂട്ടൽ വേണം അല്ലെ അവിടെയുള്ള എംപ്ലോയീസിന്റെ കഴിവ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള അറിവൊക്കെ എത്രമാത്രം നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ നല്ല എഫിഷ്യന്റ് ആയിട്ട് എത്രമാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നതിനെ കുറിച്ചിട്ട് എപ്പോഴും അല്ലെ പ്ലാനിങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അപ്പൊ അത് എപ്പോഴും കമ്പയർ ചെയ്യുന്നത് എങ്ങനെ ഈ എംപ്ലോയീസ് എങ്ങനെ ഇച്ചിരി കൂടി ഡെവലപ്പാക്കി മാറ്റാൻ സാധിക്കും ഇച്ചിരി കൂടി എന്താണ് പെർഫോമൻസ് ഉയർത്താനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും നെക്സ്റ്റ് എന്താണ് അഡ്മിനിസ്റ്റർ ദ വർക്ക് ഓഫ് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദെയർ ടീം ഓക്കെ നമുക്കറിയാം അവിടെ ഒരു നല്ലൊരു ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം അല്ലെ എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു ഐക്യത്തോട് കൂടിയിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടും വർക്ക് ചെയ്താലാണ് നമുക്കൊരു എന്ത് കിട്ടുള്ളൂ നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ അല്ലേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ വേണ്ടി വരുമോ വേണ്ടി വരും അല്ലെ അപ്പൊ എന്താണ് അവിടെ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെ അത് ജോലിക്കാരെ ഒന്നിച്ചൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്ത് എല്ലാവരെയും ഒരു സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തിക്കണമെങ്കിലും തീർച്ചയായിട്ടും അവിടെ മാനേജറിന് അതിൻ്റെതായ ഡ്യൂട്ടിയുണ്ട് വീണ്ടും എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ് നമുക്കറിയാം അവിടെ എംപ്ലോയർ അല്ലെ തൊഴിലുടമയും തൊഴിലാളികളും തമ്മിൽ നല്ലൊരു ബന്ധം വേണം അല്ലെ നല്ലൊരു റിലേഷൻഷിപ്പ് വേണം അവര് എന്താണ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ അല്ലെ അവർ അർഹിക്കുന്ന ഒരു കൂലി ലഭ്യമാകുന്നില്ല എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് അൺസാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവിടെയുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെ അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ എന്താണ്
എംപ്ലോയറിൽ നിന്നും കൂടുതൽ അല്ലെ കിട്ടിയ ഒരു നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ ഒരു സിൻസിയോറിറ്റി ഉണ്ടാക്കിയെടുത്താൽ തീർച്ചയായിട്ടും എന്താണ് അവിടെ തീർച്ചയായിട്ടും നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ തയ്യാറാണ്. അപ്പൊ നല്ലൊരു ബന്ധം അത് വാർത്തെടുക്കാനായിട്ടും നല്ലൊരു ഡ്യൂട്ടി ആർക്കുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് അതിൻ്റെതായ ഡ്യൂട്ടികളാണ്. നമുക്കറിയാം അതിനുള്ള അവസരങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെ, ഇവര് തമ്മില് നല്ലൊരു റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കാനുള്ള അവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കണം. പിന്നെ എന്താ പറയുന്നത്? ഗൈഡ് ഇൻ ഹെൽപ്പിംഗ് ദ ടീം ഇൻ റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് എംപ്ലോയി വർക്ക് ഫോഴ്സ്. ഓക്കെ, അപ്പൊ നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അവിടെ റിക്രൂട്ട്മെന്റ് തലം തുടങ്ങി ശ്രദ്ധിക്കണം അല്ലെ. ആ ഒരു നല്ല എംപ്ലോയീസിന്റെ വർക്ക് ഫോഴ്സ് ഉണ്ടാവണമെങ്കിൽ നല്ലൊരു എന്താണ് കഴിവുറ്റ ഒരു എംപ്ലോയീസ് ആയിരിക്കണമെങ്കിൽ അവരെയാണ് ഹയർ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം വെച്ച് തന്നെയായിരിക്കണം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിൻ്റെതായിട്ടുള്ള രീതികളിലെ ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസുകളും ആരെ നിക്ഷിപ്തമാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൽ നിക്ഷിപ്തമാണ്. വീണ്ടും മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. ഓക്കെ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? 4 പോയിന്റും നമ്മളെടുത്ത പോയിന്റ്സ് ഒക്കെ ഓക്കെ ആണോ? ഓക്കെ ആണോ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ? ഓക്കെ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ സ്പീഡ് കൂടുതലുണ്ടെങ്കിലൊക്കെ നമ്മൾ ചോദിക്കാം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മാനേജ് ആൻഡ് ഇംപ്ലിമെന്റ് എംപ്ലോയി ബെനിഫിറ്റ് പ്രോഗ്രാംസ്. എന്താണ് എംപ്ലോയീസ് അല്ലെ, അവിടെ വ്യക്തമായിട്ട് എന്താണ് അവിടെ എംപ്ലോയീസിന് കുറച്ച് ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് സംഘടിപ്പിക്കണം അല്ലെ. ചിലപ്പോൾ ഇങ്ങനെ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ അല്ലെ, അവരുടെ എൻജോയ്മെന്റിലേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്തെങ്കിലും അലവൻസുകൾ അല്ലെ, നമുക്ക് ഒരു ട്രാവലിംഗ് അലവൻസ് ഒക്കെ കൊടുത്ത് അവരെ സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റിയെങ്കിൽ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളൊക്കെ അവിടെ കൃത്യമായിട്ട് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അതൊക്കെ എന്താണ് കൃത്യമായിട്ട് അവിടെ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ കിട്ടുമോ അല്ലെ എന്നതിനെ കുറിച്ചിട്ടൊക്കെ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? കോസ്റ്റ് ഒരുപാട് പണം മുടക്കി അവരെ സാറ്റിസ്ഫൈ ചെയ്ത് കമ്പനി നഷ്ടത്തിലാക്കി കഴിഞ്ഞ കാര്യമുണ്ടോ? അതുകൊണ്ട് കാര്യം ഉണ്ടാവോ? ഉണ്ടാവോ? നിങ്ങള് എന്ത് പോവാം, ഒന്നിച്ച് മിങ്കിളായിട്ട് നമുക്ക് പോവാം. കാരണം അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ ചാറാന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് ബോറടിച്ച് പോകും. ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരായിട്ട് വെറുതെ ഒന്നും നമ്മൾ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുത്താൽ പറ്റില്ല. കോസ്റ്റിനും അനുസരിച്ചിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടണം അല്ലെ. അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവർക്ക് എന്തെങ്കിലും അലവൻസ് പാക്കേജുകളൊക്കെ അനുവദിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നല്ല സ്റ്റഡി ചെയ്യേണ്ടതുണ്ട്. അതും എന്താണ് നമ്മുടെ HR മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. വീണ്ടും solving and avoiding different types of conflicts arising in an organization. ഓർഗനൈസേഷനിലാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതാണ് അല്ലെ. ഒരു കമ്പനി ആണെങ്കിലും ഒരു ഫേം ആണെങ്കിലും ഇൻ കേസ് ഒരു ഇൻഡസ്ട്രി ആണെങ്കിലും അല്ലെ, ഒരു ഹോസ്പിറ്റൽ ആണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കറിയാം ഒരു വ്യവസായ സംരംഭം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫേമിൽ എന്താണ് ഒരുപാട് ഒട്ടനവധി വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നതാണ്. അവർക്ക് നമുക്കറിയാം വ്യത്യസ്ത വർക്കേഴ്സ് ആയതുകൊണ്ട് വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കും അല്ലെ. ചിലർക്കാണെങ്കിൽ നമുക്കറിയാം ഡ്യൂട്ടിയിലാണെങ്കിൽ നല്ലൊരു ബെറ്റർ റിസൾട്ട് നേടിയെടുക്കാൻ പറ്റുന്നവരായിരിക്കും. ഒരുപക്ഷെ ചിലരെന്താണ് ആ റിസൾട്ടിനേക്കാൾ ഉപരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തായാലും ചിലപ്പോൾ റിസൾട്ടിൽ ഒക്കെ ആയിരിക്കും, പക്ഷെ അവർ സ്ലോവിലായിരിക്കും ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വ്യത്യസ്ത പ്രോബ്ലംസുകളൊക്കെ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാകും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും മാറ്റേഴ്സുകളൊക്കെ എന്താണ് അവിടെയുള്ള കശപിശകളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ധാരാളമാണ് അല്ലെ. അപ്പൊ അതിനെയൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് അതിൻ്റെതായ ഡ്യൂട്ടികളുണ്ട് അല്ലെ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോയാലാണ് ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി തന്നെയാണ്. ലാസ്റ്റ് വൺ പറയുന്നത് കൺസൾട്ടിങ് വിത്ത് ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഓവർ ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ ഇഷ്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻ കേസ് നമുക്ക് ചിലപ്പോ ആണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചില ഇഷ്യൂസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാനൊക്കെ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ഉണ്ടാവോ?
ഉണ്ടാവോ? അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പറഞ്ഞ് ഒതുക്കി തീർക്കാൻ പറ്റാത്ത വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ സ്ഥാപനങ്ങളില്? ഉണ്ടാവോ? ഇല്ലേ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലേ? എല്ലാവരും ഉണ്ടാവും അല്ലെ? പല സ്ഥാപനങ്ങളാണെങ്കിലും അവരുടേതായിട്ടുള്ള ചില ആശയങ്ങളോട് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ? അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് അവിടെ ഡിസ്കഷൻ ഒക്കെ നടത്തേണ്ടി വരും. ഒരു എന്താണ് ഓരോ ബ്രാഞ്ച് മാനേജേഴ്സ് ഒക്കെ ആയിട്ട്, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഒക്കെ ആയിട്ട് എന്താണ് അവിടെ ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഓർഗനൈസേഷന്റെ പ്രോഗ്രാംസ് ഒക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ മീറ്റിങ്ങുകൾ വിളിച്ചുകൊണ്ട്, ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് യൂണിയന്റെ ഒക്കെ നേതൃത്വത്തിലൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ? അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെങ്കിലും എന്താണ് ആക്റ്റീവായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആണ് അല്ലെ? അവിടെ എന്താണ് ആ ഒരു ഫേമിന്റെ അല്ലെ ഒരു എന്താണ് കോർഡിനേറ്റർ എന്നുള്ള ഒരു പദവിയായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട്, ഇത്തരത്തിലുള്ള സംഘടനാ നേതാക്കളൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അവിടെ എന്തെങ്കിലും പരിഹാരങ്ങളൊക്കെ കണ്ടെത്തേണ്ടതുണ്ടാവും. അതും ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആയിട്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജറിൽ നിക്ഷിപ്തമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോക്കാം. ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെയാണോ? ഡ്യൂട്ടീസ് ഓക്കെയാണോ? ഏതെങ്കിലും പോയിന്റ് കിട്ടാത്തതുണ്ടോ? ഓക്കെയാണ്. അപ്പൊ നമ്മള് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് കണ്ടു. ഇനി വീണ്ടും ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ് നോക്കാം. The line manager is a person or employee of an organization who directly directs the other employees and is in charge of all individuals working in a department. അതായത് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഇനി ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന്. ഇപ്പൊ നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ചുകളൊക്കെ ആണെങ്കിൽ, വലിയ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവിടെ വിവിധ തരത്തിലുള്ള ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇൻ കേസ് നിങ്ങൾക്ക് ഓർക്കാനായിട്ട് എളുപ്പത്തിലാണെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ പലതരത്തിലുള്ള വിഭാഗങ്ങളുണ്ട് ഇല്ലേ? ന്യൂറോ വിഭാഗമുണ്ട്, നെഫ്രോ വിഭാഗമുണ്ട്, കാർഡിയോളജി വിഭാഗമുണ്ട്. അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളില് അല്ലെ അതേ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാനേജർ ആണ് എങ്കിൽ നമുക്കറിയാം അദ്ദേഹത്തിനെ പറയുന്നതാണ് ആ ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ കാർഡിയോളജി വിഭാഗമാണെങ്കിൽ ആ കാർഡിയോളജി വിഭാഗത്തിന് സ്പെഷ്യൽ വിങ് അല്ലെ, ആ ഒരു വിങ് ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാന ചുമതലയായിരിക്കും ആ മാനേജറിനുള്ളത്. ഒരു കാർഡിയോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോളജി ആണെങ്കിൽ അത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗങ്ങളുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെയാണ് ലൈൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരെന്താണ്, അവർക്ക് പ്രത്യേകമായിട്ട് അവിടെയുള്ള എംപ്ലോയീസ് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനേക്ക് ഒന്നിച്ച് കൂട്ടിച്ചെടുക്കുക, അവരുമായിട്ടുള്ള പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്യുക, അവർക്കുള്ള ചുമതലകളൊക്കെ കൊടുക്കുക അല്ലെ. അത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് പ്രധാനമായിട്ടും വരുന്നത്. The line manager is a person or employee of an organization who directly directs the other employees and is in charge of all the individuals working in a department അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലുള്ള ഇൻഡിവിജ്വൽസിനൊക്കെ കൈകാര്യം ചെയ്യുക, അവർക്ക് ഡയറക്റ്റ് ചെയ്യുക അല്ലെ, അവരെ ഡയറക്ഷൻ ചെയ്യുക ചെയ്തു കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയാണ് ലൈൻ മാനേജറിന് ഉണ്ടായിരിക്കുക. The line manager reports to someone in a higher position. നമുക്കറിയാം ഓരോ ഡ്യൂട്ടി അല്ലെ, ഡ്യൂട്ടി പൊസിഷൻ അനുസരിച്ചിട്ട് അവർക്ക് അപ്പർ മാനേജറിന് എന്താണ് അവരുടേതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സബ്മിറ്റ് ചെയ്തേണ്ടതുണ്ടാവാം. അതുമായി ബന്ധപ്പെട്ട് നോക്കാം. ഫോളോയിങ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് എ ലൈൻ മാനേജർ. ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടാണ് ഇനി വിവരിക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈൻ മാനേജർ ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഇവിടെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും രീതിയിൽ ചിലപ്പോ അല്ലെ ആരാണ് ഇതിന്റെയൊക്കെ സൊല്യൂഷൻസ് കണ്ടെത്തുക. അപ്പൊ
ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടി ആണോ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ ഹൂ സോൾവ് ആൻഡ് അവോയ്ഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫ്ലിക്ട്സ് അറൈസിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ അല്ലെ. അപ്പൊ ആരായിരിക്കും അത് സോൾവ് ചെയ്യുക? ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ് അല്ലെ. അപ്പൊ ആ രീതിയിലുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, വീണ്ടും എന്താണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് അതാണ് പറഞ്ഞു പോയത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടീസിൽ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം അല്ലെ. ഇപ്പൊ ഹൂ സോൾവ് അല്ലെങ്കിൽ ഹൂ അഡ്മിനിസ്റ്റർ ദ വർക്ക് സപ്പോർട്ട് സ്റ്റാഫ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഓഫ് ദ ടീം അല്ലെ. ടീമിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പേഴ്സൺ ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജർ അല്ലെ. ഓപ്ഷനിൽ നിന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതിലാണ്. ഓക്കെ, ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കോർഡിനേറ്റർ അല്ലെ, അദ്ദേഹത്തിന്റെ അണ്ടറിൽ വരുന്ന വർക്കേഴ്സിനെ കൈകാര്യം ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ് ലൈൻ മാനേജർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റ് എന്താണ്? റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻസ്. ഇദ്ദേഹത്തിന് നമുക്കറിയാം ആ ഒരു സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും പേഴ്സൺസ് എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ അവിടെ എന്താണ് മതിയായ അവിടെ മതിയായ പേഴ്സണെ കണ്ടെത്തി നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അല്ലെ. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള, നമുക്കറിയാം ഒരു സ്ഥാപനങ്ങളുടെ വലിപ്പത്തിന്റെ സൈസിനനുസരിച്ചിട്ട് ഇതെല്ലാം പൊസിഷൻസ് ഒക്കെ മാറും അല്ലെ. ചിലപ്പോഴൊക്കെ ലൈൻ മാനേജേഴ്സിന്റെ ഒന്നും വേക്കൻസികളൊന്നും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാവണമെന്നില്ല അല്ലെ. ചില ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള വിങ് ഒക്കെ ആയിരിക്കും. അതേസമയം നമുക്കറിയാം ചെറിയ മെഷീൻ എക്യുപ്മെന്റിനോട് കൂടി ചേർന്ന ഒരു വിഭാഗമാണെങ്കിൽ അവിടെ എന്താണ് ഒരു പേഴ്സണൽ മാനേജർ എന്നുള്ള ഒരു രീതിയിൽ തന്നെ ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അതിന്റെ മൊത്തം ഓവറോൾ ഉണ്ടാവുക അല്ലെ. അതേസമയം ചില വലിയ വലിയ ഫേമുകളൊക്കെ ആണെങ്കിൽ ബ്രാഞ്ചുകൾക്ക് അനുസരിച്ചിട്ട് ലൈൻ മാനേജേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, സ്ഥാപനത്തിന്റെ നേച്ചറും ഇതൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും ഈ പോസ്റ്റിംഗ് ഒക്കെ. ഓക്കെ, ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെ. ഫസ്റ്റ് വന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും വേക്കൻസി വരുന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാനായിട്ട് മതിയായ പേഴ്സണെ കണ്ടെത്തി അത് ഫില്ല് ചെയ്യണം അല്ലെ. അപ്പൊ റിക്രൂട്ട്മെന്റ് നടപടികൾ നടത്തേണ്ടതുണ്ട്. ദെൻ സെലക്ഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ അത് ഫില്ലപ്പ് ചെയ്യുക അല്ലെ. അപ്പൊ ഫസ്റ്റ്ലി തന്നെ നടത്തേണ്ടതാണ് റിക്രൂട്ടിംഗ് ആൻഡ് ഹയറിംഗ് ടാലന്റ് ടു ഫിൽ ടീം പൊസിഷൻ അല്ലെ. ടാലന്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തണം അല്ലെ. ദെൻ നെക്സ്റ്റ് എന്താണ്? പ്രൊവൈഡിംഗ് ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു ന്യൂ ഹയേഴ്സ്. ഇനി പുതിയതായിട്ട് നമ്മൾ നിയമിച്ചിരിക്കുന്ന പേഴ്സൺസിന് മതിയായ രീതിയിൽ ട്രെയിനിങ് ആവശ്യകതയുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ട്രെയിനിങ് ഒക്കെ കണ്ടെത്തി കൊടുക്കേണ്ടതും ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ജോബ് റൊട്ടേഷൻ എൻഷുർ ജോബ് റൊട്ടേഷൻ ആൻഡ് മിനിമൈസിംഗ് അസൈൻമെന്റ് കവറേജ് ഗ്യാപ്സ്. അതായത് നമ്മൾക്കറിയാം ഒരു പേഴ്സണെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് അല്ലെ ഒരു ജസ്റ്റ് ആ ഒരു റോള് അദ്ദേഹത്തിന് എന്തെങ്കിലും റോള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അല്ലെ. ഓവറോൾ ആ ഒരു കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള പല ഡ്യൂട്ടികൾ ഇൻ കേസ് ഒരാൾ ആബ്സെന്റ് ആണെങ്കിൽ കൂടി ആ ഡ്യൂട്ടി ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റിയും കൂടി അദ്ദേഹത്തിന് കൊടുക്കുക അല്ലെ, കണ്ടെത്തി കൊടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ ജോബ് റൊട്ടേഷൻ ഒക്കെ കൊടുത്ത് അവരെ പ്രാപ്തരാക്കേണ്ട ഡ്യൂട്ടിയും ആരുടെ ഡ്യൂട്ടിയാണ്? ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. Okay, job rotation, ensure job rotation and minimize the assignment coverage gaps. Okay, then next providing coaching and performance feedback to all team members. Okay, എല്ലാ മെമ്പേഴ്സിന്റെ ഫീഡ്ബാക്കുകളെല്ലാം കണ്ടെത്തി അറിഞ്ഞ് അവരുടെ പെർഫോമൻസുകളൊക്കെ നോക്കി മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും കോച്ചിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കാനും ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്ന ഒരു ഡ്യൂട്ടിയാണ്. Then communicating and ensuring understanding of ഫങ്ഷണൽ ഓർ ഡിപ്പാർട്ട്മെന്റൽ ഗോൾസ്. എന്താ അവിടെ പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെ. നമുക്കറിയാം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങൾ അല്ലെ, ആ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനോട് കൂടി മാത്രമാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണ്, അവിടെ ചുമതലകൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്? ആരായിരിക്കും?
ആരുടെ കാര്യം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യണേ? ഓക്കെ, ഗുഡ്. ലൈൻ മാനേജർ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കേണ്ടതും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. Measuring individual and team metric and performance against target and monitoring progress. ഓക്കെ, നമുക്കറിയാം അവിടെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയൊക്കെ അളക്കുന്ന അളവുകളൊക്കെ. ഓക്കെ ഓക്കെ ഡ്യൂട്ടിയൊക്കെ അളക്കുന്ന നമുക്ക് എന്തായാലും എല്ലാവരും തന്നെ എന്താ പറയുന്നത് റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെയാ നമുക്കത് പഠിച്ചെടുത്ത് പോകാനായിട്ട് പറ്റുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ എല്ലാ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇരുന്ന് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒന്നിച്ചൊക്കെ ആവുമ്പോൾ ബോറടിക്കും. അപ്പൊ ഇപ്പോഴേ തന്നെ ഉള്ള ടൈമില് പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ലേറ്റ് ആയാലും എന്ത് ചെയ്താ പറയാം മെസ്സേജ് അയക്കാൻ തന്നെ ശ്രമിക്കുക എല്ലാവരും. എന്താണ് വേണ്ട പറയുന്നത്? നമ്മള് നെക്സ്റ്റ് കണ്ട മെഷറിംഗ് ഇൻഡിവിജ്വൽ ആൻഡ് ടീം മെട്രിക്സ് ആൻഡ് പെർഫോമൻസ് അഗേൻസ്റ്റ് ടാർഗറ്റ്സ് ആൻഡ് മോണിറ്ററിംഗ് പ്രോസസ്സ്. ഓക്കെ, അപ്പൊ അവരെന്താണ് നമ്മള് വർക്ക് ചെയ്യുന്നതിന്റെ അളവുകോല് അല്ലെ, ഇത് കൃത്യമായിട്ട് തന്നെ അവർ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് അളക്കണം അല്ലെ. അത് മെഷർ ചെയ്തിട്ട് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അല്ലെ, ആ ടാർഗറ്റ് എത്തിപ്പെടാനായിട്ട് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ട്രെയിനിങ്ങിന്റെ ഒക്കെ അപാകത ആയിരിക്കും. അതല്ലെങ്കിൽ എന്താണ് ഒരു പേടിക്കുറവിന്റെ ആയിരിക്കും. അപ്പൊ എന്താണോ അപാകത അല്ലെ, അത് കണ്ടെത്തി അത് ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്തേണ്ടതും ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ്. അതിനെ കുറിച്ചിട്ടുള്ള പ്രോഗ്രസ് അല്ലെ, അങ്ങനെ നിരീക്ഷണം നടത്തിയിട്ട് എന്താണ് ആ ലെവല് അല്ലെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്? ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. വീണ്ടും എന്താണ്? ഓക്കെ, റെക്കഗ്നൈസിംഗ് വെൻ കറക്റ്റീവ് ആക്ഷൻസ് ആർ റിക്വയർഡ്. എന്താണ് അവിടെ വീണ്ടും പറയുന്നത്? എന്താണ്? റെക്കഗ്നൈസിംഗ് വെൻ കറക്റ്റീവ് ആക്ഷൻസ് ആർ റിക്വയർഡ്. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പോരായ്മകൾ എന്ത് ചെയ്യണം? നമ്മള് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യേണ്ടതായിട്ട് വരും? കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ? കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കറക്റ്റ് ചെയ്ത് നമ്മൾ എന്താണ് നല്ല പെർഫോമൻസിലേക്ക് എത്തിപ്പെടുത്തേണ്ടതും അല്ലേ, അങ്ങനെ ഒരു അംഗീകാരത്തിലേക്ക് കൊണ്ടുവരേണ്ടതും ലൈൻ മാനേജർ തന്നെയാണ്. Then ensuring quality standards for all processes on their team. Okay, നല്ല ഒരു സ്റ്റാൻഡേർഡ് അല്ലെ, ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് കൊണ്ടുവരേണ്ടതും ആ ടീമിനെ നമുക്കറിയാം. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ടീം അല്ലെ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നല്ലതായിരിക്കണമെന്ന് ലൈൻ മാനേജർ ആഗ്രഹിക്കില്ലേ? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ തലവന് ആ ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കും അല്ലെ. അപ്പൊ തീർച്ചയായും നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡുകളൊക്കെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് അദ്ദേഹം പരിശ്രമിക്കേണ്ടതും ആവശ്യമാണ്. വീണ്ടും എന്താണ്? എവാലുവേറ്റിംഗ് ഓവറോൾ ടീം ആൻഡ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആൻഡ് പ്രൊവൈഡിങ് പെർഫോമൻസ് ഇവാലുവേഷൻസ്. ഓക്കെ, ഇപ്പൊ നമ്മള് പ്രകടനം വിലയിരുത്തിയിട്ടാണ് എന്താണ് നല്ലതാണോ ചീത്തയാണോ എന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. അങ്ങനെയല്ലേ പ്രകടനം എന്ന് വെച്ച് കഴിയുമ്പോൾ അവര് വർക്ക് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളത് വിലയിരുത്തിയതിനു ശേഷമാണ്. ഓക്കെ, ഗുഡ് ആണെങ്കിൽ അതനുസരിച്ചിട്ട് അവരെ അപ്രീസിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ എന്താണ് അവർക്ക് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തി അവരെ പ്രോഗ്രസീവ് ആക്കി കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടിയുമാർ തന്നെയാണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. ഓക്കെ ആണോ? പോയിന്റ്സിൽ ഏതെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണ്? ഇല്ല. ഓക്കെ, നമുക്ക് 2 പോയിന്റ് കൂടി നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം. എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? എൻലാർജിങ് ആൻഡ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ലൈൻ മാനേജേഴ്സ് അക്രോസ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, നമുക്കറിയാം വ്യത്യസ്ത ബ്രാഞ്ചുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ വ്യത്യസ്ത ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ തന്നെ അതനുസരിച്ചിട്ട് എന്താണ് അവരവരുടെ ഡ്യൂട്ടികൾ ഓരോ ലൈൻ മാനേജേഴ്സും അവരുടെ ഡ്യൂട്ടികൾ കൈകാര്യം ചെയ്യും. അതെല്ലാം ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം അല്ലെ. അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോയാൽ മാത്രമാണ് മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ഗോള് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് അവരവരുടെ ആ ലൈൻ മാനേജറിൽ അതിൻ്റെതായിട്ടുള്ള ചുമതലകളുണ്ട്. Then providing reports on productivity and other performance indicators to senior management. നമുക്കറിയാം ഇപ്പൊ ചിലപ്പോ ഒരു പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനമായിരിക്കും, ചിലപ്പോൾ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ഥാപനമായിരിക്കാം. എനിവേ എന്താണെങ്കിലും അവരുടെ അപ്പർ മാനേജ്മെന്റിന് അവര് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് അവരുടെ വിലയിരുത്തലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള സൂചനകളൊക്കെ സീനിയർ മാനേജ്മെന്റിനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ലൈൻ മാനേജറിന്റെ ഡ്യൂട്ടിയിൽ പെടുന്നത്.
ഓക്കെ, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും എ എന്നുള്ള രീതിയിലോ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷനിൽ നോക്കണം. ലൈൻ മാനേജർ അല്ലെ, ലൈൻ മാനേജർ എന്നുള്ള പോസ്റ്റിലായിരിക്കും അതിന്റെ ഡ്യൂട്ടികളൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കുക. കണ്ടിന്യൂ ചെയ്യാലോ. ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഇമ്പാക്ട് ഓഫ് HRM ഓൺ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. എന്തൊക്കെ സ്വാധീനങ്ങളാണ് ഈ ഓർഗനൈസേഷൻ പെർഫോമൻസിനെ സ്വാധീനിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. HRM practices can improve employee skills and abilities so that they improve organization performances. അതായത് നമുക്കറിയാം ചില കാര്യങ്ങൾ അല്ലെ, ചില രീതിയിൽ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം ചില വർക്കേഴ്സിന് അവരുടേതായിട്ടുള്ള പെർഫോമൻസുകൾ അല്ലെങ്കിൽ കഴിവ് അല്ലെങ്കിൽ നോളജ് ഒക്കെ വികസിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. ചിലപ്പോൾ ഒരു ചെറിയ ട്രെയിനിങ് കൊടുത്താൽ മതി, അവര് നല്ല സൂപ്പറായിട്ട് അല്ലെ നല്ല സ്പീഡിൽ തന്നെ അവര് വർക്ക് ചെയ്യുന്നു. പക്ഷെ ചിലപ്പോഴൊക്കെ എന്തിനാണ് പോരായ്മ എന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ട്രെയിനിങ് ഈസ് എ മാനേജ്മെന്റ് ടൂൾ യൂസ്ഡ് ടു ഡെവലപ്പ് സ്കിൽസ് ആൻഡ് നോളജ് ആസ് എ മെത്തേഡ് ഓഫ് ബൂസ്റ്റിംഗ് ആൻഡ് ഇൻഡിവിജ്വൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ആൻഡ് ഓർഗനൈസേഷൻസ് കറന്റ് പെർഫോമൻസ് ഇൻ ദ ടേംസ് ഓഫ് എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോ അതൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രൊഡക്ടിവിറ്റി, ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഫലപ്രാപ്തിയോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊരു ഓർഗനൈസേഷനിലും അതായത് നിലവിലുള്ള ആ ഒരു പെർഫോമൻസിൽ നല്ലൊരു ഉത്പാദനക്ഷമത നിലനിർത്തുന്ന ഒരു കാര്യമായിട്ട് വരണമെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. അതായത് ട്രെയിനിങ് അല്ലെ, അവര് ചെയ്യുന്ന ഡ്യൂട്ടിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തു നോക്കൂ. കാരണം ആ ട്രെയിനിങ് കിട്ടുമ്പോൾ ആ സമയത്ത് അവർക്ക് ആ ഒരു അല്ലെ അവരുടെ സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും അല്ലെ. ഒരു ഫ്രഷേഴ്സിനൊക്കെ ആയിരിക്കണമെങ്കിൽ ചിലപ്പോൾ 6 month ട്രെയിനിങ് പീരീഡ് ഒക്കെ കൊടുക്കും ഇല്ലേ, അങ്ങനെ കാണാറില്ലേ? അങ്ങനെ ട്രെയിനിങ് പീരീഡ് എന്തിനാ കൊടുക്കുന്നത് അവര്? ആ ട്രെയിനിങ് പീരീഡ് കൊടുക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അവരുടെ കഴിവും അല്ലെ അവരുടെ നോളജ് ഒക്കെ വർദ്ധിക്കാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ടാണ് അവിടെ ഇമ്പോർട്ടന്റ് ടൂളാണെന്ന് പറയുന്നത് അല്ലെ. ട്രെയിനിങ് ആസ് എ മാനേജ്മെന്റ് ടൂൾ യൂസ്ഡ് ടു ഡെവലപ്പ് സ്കില്ലും നോളജും വികസിപ്പിക്കാനായിട്ട് വളർത്തിയെടുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ടൂൾ എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെ ടൂൾ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്ക് ഇൻഡിവിജ്വലി അവരുടെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നല്ല ഉത്പാദനക്ഷമതയുള്ള കാര്യക്ഷമതയോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് എംപ്ലോയീസിന് സാധിക്കും എന്നുള്ളത്. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. മിക്കപ്പോഴും കാണുന്ന പോയിന്റ് ആണ്, നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഇപ്പൊ തന്നെ പോയിട്ടുണ്ടാവും അല്ലെ. സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ്. ഓക്കെ, ദെൻ നോക്കാം. HRM എഫക്ട്സ് പോസിറ്റീവ്ലി ഇൻ ദ ഫോളോയിങ് പോയിന്റ്സ്. അതായത് പ്രധാനമായിട്ടുള്ള പോയിന്റ്സുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, റിക്രൂട്ടിംഗ് ആൻഡ് സ്കിൽഡ് ഇൻഡിവിജ്വൽസ്. അപ്പോ വൈദഗ്ധ്യമുള്ള വ്യക്തികളെയും കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അതായത് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും ഒരു വർക്കില്. സ്കിൽഡ് ആയിട്ടുള്ള പ്രത്യേകത കഴിവുള്ള പേഴ്സൺസിൽ ചില വർക്കേഴ്സിനൊക്കെ ചിലപ്പോ അക്കാദമിക് ക്വാളിഫിക്കേഷനോടൊപ്പം എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് നോക്കാറില്ലേ? റിക്രൂട്ട്മെന്റ് നടത്തുമ്പോഴും സെലക്ഷൻ നടത്തുമ്പോഴും ഇന്റർവ്യൂവിലൊക്കെ പ്രധാനമായിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് എക്സ്പീരിയൻസുകൾ ഉണ്ടോ എന്ന് നോക്കുന്നത്? അപ്പൊ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള നോളജും സ്പീഡും അല്ലെ എല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള കൺസെപ്റ്റിന്റെ ബേസിലാണ്.
ഓക്കെ, ഗുഡ് വർക്ക് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അവരത് നോക്കുന്നത്. ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഈസ് ആൻ എസെൻഷ്യൽ ആസ്പെക്ട് ഇൻ എനി ഓർഗനൈസേഷൻ വിച്ച് മെയിൻലി ഡ്രൈവ്സ് ദ ഔട്ട്പുട്ട് ആൻഡ് എഫിഷ്യൻസി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ് തീർച്ചയായിട്ടും എന്താണ് ഓരോ പേഴ്സൺസിനെ നമ്മൾ കണ്ടെത്തുന്നത്. അങ്ങനെ വരുമ്പോൾ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ് ഓഫ് എനി ഓർഗനൈസേഷൻ ഇസ് മെയിൻലി കൺട്രോൾഡ് ബൈ ദ ഹ്യൂമൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ മനുഷ്യന്റെ വിഭവശേഷി അത് കൈകാര്യം ചെയ്യാനായിട്ട് പ്രധാനമായിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് വീണ്ടും പഠിക്കേണ്ടതുണ്ട്. റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ പ്രധാനമായിട്ടും അവിടെയുള്ള കാൻഡിഡേറ്റ്സ് പ്രധാനമായിട്ടും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും അല്ലെ. അവിടെ നോക്കുക എന്താണ്, ഫസ്റ്റ് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ അവരെന്താണ് പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് എഫിഷ്യന്റ്ലി ആൻഡ് വർക്ക് വിത്ത് അതർ സ്റ്റാഫ് മെമ്പേഴ്സ് അക്രോസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ എല്ലാ മെമ്പേഴ്സിന്റെ ഇടയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടപ്പാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവുമോ? അവർക്ക് അതിനുള്ള കഴിവുണ്ടായെങ്കിൽ അത് പ്രധാനമായിട്ടും അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അനുകൂലമാക്കി കൊടുത്താൽ എന്താ പ്രത്യേകത ഉണ്ടാവും അല്ലെ. അവർക്ക് എന്താണ് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു ഇത് കിട്ടുമ്പോൾ അല്ലെ, ഒരു ട്രെയിനിങ് കിട്ടുമ്പോഴെന്താണ് അവർക്ക് എന്താണ് പ്രധാനമായിട്ടും അവരുടെ ഇതായിട്ടുള്ള സ്കില്ലുകളൊക്കെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. The ability to work in a team to motivate other staff for productive outcomes. Okay, അപ്പൊ അവിടെ അടുത്തതായിട്ട് പറയുന്നത് എന്താണ്, ഉൽപാദനക്ഷമമായ ഫലങ്ങൾക്കിടയിൽ ജീവനക്കാരുടെ ഇടയിൽ അല്ലെ പ്രധാനമായിട്ടും നല്ലൊരു പ്രൊഡക്റ്റ് നേടിയെടുക്കാനുണ്ട്. പ്രൊഡക്റ്റീവ് ഔട്ട്കംസ് എന്ന് വെച്ച് കഴിയുമ്പോൾ നല്ല ഫലപ്രാപ്തമായിട്ട് അല്ലെങ്കിൽ നല്ല മൂല്യത്തോടു കൂടിയിട്ടുള്ള റിസൾട്ടുകൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എബിലിറ്റി ടു വർക്ക് ടീം അല്ലെ, ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് അവർക്ക് നല്ലൊരു വർക്ക് നേടിയെടുക്കാൻ നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഒരു പ്രേരണ ഇതിൽ നിന്ന് കിട്ടുന്നു. Then the ability to analyze the situation is essential for solving any issue in the organization. Okay, എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോഴെന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുമോ? അങ്ങനെ സോൾവ് ചെയ്യണമെങ്കിലും അല്ലെ ചിലയിടത്തൊക്കെ നമുക്കറിയാം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നത് ആ സഹപ്രവർത്തകരുടെ ആയിട്ട് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ആ മനോഭാവം കൊണ്ടായിരിക്കാം അല്ലെ. അപ്പൊ എബിലിറ്റി ടു സോൾവ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ അതും എന്താണ് എസെൻഷ്യൽ ഫോർ സോൾവിങ് എനി ഇഷ്യൂസ്. എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഇങ്ങനെ പ്രോബ്ലംസ് ഇല്ലാതെ തന്നെ സോൾവ് ചെയ്ത് പോകാനൊക്കെ ആയിട്ട് സാധിക്കുന്നു. Then ability to guide and മാനേജ്മെന്റ് സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് സ്റ്റാഫ് മെമ്പേഴ്സും മാനേജ്മെന്റും തമ്മിൽ അല്ലെങ്കിൽ നല്ലൊരു ഗൈഡോട് കൂടിയിട്ട് മാനേജേഴ്സിന്റെ ആ ഒരു ഗൈഡോട് കൂടി അത് സ്വീകരിക്കാനായിട്ടും എന്താണ് അവിടെയുള്ള മെമ്പേഴ്സിന് തയ്യാറാവുമ്പോൾ അങ്ങനെ ഒരു കഴിവ് നേടിയെടുക്കാനായിട്ടും സാധിക്കുന്നു. Then the position must be aware about the technical things and computer in order to manage the technical resources in the restaurant. അതായത് എന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോൾ എന്താണ് അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കും. ഉണ്ടാവില്ലേ? അങ്ങനെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റുമോ? നല്ലൊരു സാഹചര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് ദ പൊസിഷൻ മസ്റ്റ് ബി അവെയർ അബൌട്ട് ടെക്നിക്കൽ തിങ് ആൻഡ് കമ്പ്യൂട്ടർ ഇൻ ഓർഡർ ടു മാനേജ് ടെക്നിക്കൽ റിസോഴ്സസ് ഇൻ ദ റെസ്റ്റോറന്റ്. The fundamental thing is the decision making capability and the confidence to manage the crucial decision with the organization. ഓക്കെ, ഓർഗനൈസേഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കണം അല്ലെ. നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് എന്താണ് ഇതുകൊണ്ട് സാധിക്കും അല്ലെ. നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഫണ്ടമെന്റൽ തിങ്ക് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം തീരുമാനം എടുക്കുക എന്ന് പറയുന്നത്. റെസ്റ്റോറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സഹപ്രവർത്തകരോടൊപ്പം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ആ ഒരു കമ്പനിയിൽ അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഉദ്ദേശിക്കുന്നത്.
Then the fundamental thing is the decision making capability and the confidence to manage the crucial decision. അതായത് അടിസ്ഥാന വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ നോക്കാം. The fundamental thing is the decision making capabilities and the confidence to manage the crucial decision within the organization. Okay, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഡിസിഷൻ മേക്കിംഗ് എടുക്കണം അല്ലെ, തീരുമാനങ്ങൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ എടുക്കണം. Then അത് എടുക്കാനായിട്ട് സാധിക്കുന്നു. Then എന്താണ്? And the confidence to manage the crucial decision within organization. ഓർഗനൈസേഷനിലെ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ക്രൂഷ്യൽ ആയിട്ട് അല്ലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആത്മാർത്ഥതയോടും ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് എടുക്കാനായിട്ടും സാധിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ്? നല്ല ഒരു HR ഉണ്ട് എങ്കിൽ അല്ലെ അതിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അവിടേക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നു, പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു, നല്ലൊരു അല്ലെ അവരൊക്കെ ആയിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ എപ്പോഴും എന്താണ് നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് അതുകൊണ്ടൊക്കെ എന്താണ് എളുപ്പം സാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ അതിന്റെ പോയിന്റ്സ് ഇത് നിങ്ങൾ ആ പോയിന്റ്സ് അതായത് നമുക്ക് ഗുണം വരെയുണ്ട്. ആ ഒരു പോയിന്റ്സ് ആണ് ഇത് പ്രധാനമായിട്ടുള്ളത്. ഓർഗനൈസേഷൻ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ഇമ്പാക്ട് അല്ലെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചിട്ട് റിക്രൂട്ടിംഗ് സ്കില്ലിൽ അണ്ടറിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മേജർ സ്കിൽസ് അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് വിവരിച്ചത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. തന്നെ എന്താണ് പ്രധാനമായിട്ടുള്ള കഴിവുകൾ കിട്ടുന്നതോടൊപ്പം തന്നെ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം. എംപ്ലോയീസ് റിട്ടൻഷൻ ബൈ ഡെവലപ്പിംഗ് എംപ്ലോയീസ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് പോയിന്റ്. Managing employee retention includes developing plans to sustain high employee morale and focus so they elect to remain employed and fully productive for the benefit of the organization. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ തീർച്ചയായിട്ടും എന്താണ് അവിടെ അല്ലേ റിട്ടൻഷൻ എന്ന് പറയുന്നത് നിലനിർത്തിക്കൊണ്ട് പോകണം അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ എന്താണ് നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ശ്രമിക്കും അല്ലെ, പോകാനൊക്കെ ശ്രമിക്കും ഇല്ലേ? അങ്ങനെ ഉണ്ടാവില്ലേ? നമ്മളുടെ ചിലപ്പോൾ ഈ സാലറിക്ക് കണ്ടിട്ടായിരിക്കും നമ്മൾ ചെല്ലുന്നത്, പക്ഷെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും എന്താ പറയാ നല്ലൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, എല്ലാവരും തമ്മിൽ ഭയങ്കര ഇത് സെൽഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ നമുക്കറിയാം എന്താണ് അവിടെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആരും താല്പര്യപ്പെടില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെയുള്ളൊരു നിലനിർത്തിപ്പെട്ട് പോകണമെങ്കിൽ അതനുസരിച്ചുള്ള അറേഞ്ച്മെന്റ് അവിടെ കൈകാര്യം ചെയ്യും അല്ലെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. മാനേജിങ് എംപ്ലോയർ റിട്ടൻഷൻ ഇൻക്ലൂഡ്സ് ഡെവലപ്പിംഗ് പ്ലാൻസ്. ഓക്കെ, ഡെവലപ്പിംഗ് പ്ലാൻസ് ടു സസ്റ്റെയിൻ ഹൈ എംപ്ലോയി മൊറൽ ആൻഡ് ഫോക്കസ് അല്ലെ. അവിടെ നമ്മള് മനോവീര്യം ഉണർത്തുന്ന തരത്തിലുള്ള അല്ലെ മനോവീര്യം ഒരു ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന തരത്തിലൊക്കെ നമ്മളില് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായെങ്കിലും നമ്മളോടൊപ്പം നിൽക്കാനായിട്ട് നമ്മുടെ സഹപ്രവർത്തകരുണ്ട് എന്നൊക്കെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഇതൊക്കെയാണ് ആ കമ്പനിയിലേക്കൊക്കെ പിന്നെയും പോകാനൊക്കെ ആയിട്ടുള്ള ഒരു ടെൻഡൻസി കിട്ടുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്കും നല്ലൊരു ബെറ്റർ സിറ്റുവേഷൻ ഒക്കെ ഇങ്ങനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നിന്ന് ആ വിങ്ങിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് ആ എംപ്ലോയീസിന്റെ റിട്ടൻഷൻ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നു. So they elected to remain employed and fully productive. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അവിടെ ഓർഗനൈസേഷന് നല്ല ഫുള്ളി പ്രൊഡക്റ്റീവ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മൂല്യത്തോടു കൂടിയിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കുന്ന എംപ്ലോയീസ് ആക്കി വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. കോംപ്രിഹെൻസീവ് employee retention program can play a vital role in both attracting and retaining key employees as well as in reducing turnover and its related costs. Okay,
നമുക്കറിയാം ഇങ്ങനെ കൃത്യമായിട്ടുള്ള വ്യക്തികളെ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെ. അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യണമെങ്കിൽ, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജസ് ചെയ്തു കൊടുക്കണം. കൊടുക്കേണ്ട വരില്ലേ? എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ. ഇൻസെന്റീവ്സ് കൊടുക്കണം, അലവൻസുകൾ കൊടുക്കണം, ട്രാവലിംഗ് അലവൻസോ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന ടൂർ പാക്കേജസ് ഒക്കെ കൊടുക്കണം. കൊടുക്കേണ്ട വരുമോ? ഇങ്ങനെയൊക്കെ കൊടുക്കേണ്ട വരില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് ചെലവ് കൂട്ടി കൊടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് ആനുകൂല്യങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ചെലവും കൂടി കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. കോംപ്രഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഈ കോംപ്രിഹെൻസീവ് എംപ്ലോയി റിട്ടൻഷൻ പ്രോഗ്രാം, ഒരു നല്ലൊരു പ്രോഗ്രാം can play a vital role in both attracting and retaining key employees. എംപ്ലോയീസിനെ നമ്മളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പലതരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ അല്ലെ പലതരത്തിലുള്ള പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാം. ആസ് വെൽ ആസ് ഇൻട്രൊഡ്യൂസിങ് ടേൺ ഓവർ ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് കോസ്റ്റ്. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ആ ഒരു ചെലവും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൊണ്ട് വരാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്താണ് അവിടെ എംപ്ലോയീസിനെ റിറ്റെയിൻ ചെയ്യാൻ അല്ലെ അവിടെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, ാണോ? നെക്സ്റ്റ് നോക്കാം, അടുത്തൊരു പോയിന്റ് നോക്കാം. ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. ഹയർ പ്രൊഡക്ടിവിറ്റി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇന്നോവേഷൻ. എന്താണ് ഹൈലി പ്രൊഡക്ടിവിറ്റി? നോക്കാം. ഫ്ലെക്സിബിലിറ്റി ഇൻ ദ വർക്ക് പ്ലേസ് ഹാസ് ആൻ ഇമ്പാക്ട് ഓൺ ഇന്നോവേഷൻ ആസ് വെൽ ആസ് ദ എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. അതായത് മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ്. ഓക്കെ, മാറ്റങ്ങൾ ആവശ്യമുണ്ടാവില്ലേ? എപ്പോഴും അവിടെയുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും മാറ്റങ്ങൾ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവോ? എല്ലാവരും ഉണ്ടാവും. കാരണം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാലഘട്ടം ആയതുകൊണ്ട് വരുന്ന ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാനായിട്ട് യോഗ്യരായിരിക്കണം എംപ്ലോയീസ് അല്ലെ. അല്ലെങ്കിൽ എന്താണ് ആ ബിസിനസ് തകർന്നു പോകാൻ സാധ്യതയുണ്ട്, ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ എന്താണ് അതുകൊണ്ടാണ് ഒരു ചേഞ്ചസ് മാറ്റങ്ങൾ എപ്പോഴും ആവശ്യമാണ് അല്ലെ. അതുകൊണ്ട് തന്നെ പറയാണ് ഫ്ലെക്സിബിലിറ്റി ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ഹൗ എ കമ്പനി അട്രാക്ട്സ് ഹയേഴ്സ് ആൻഡ് റിട്ടേൺ ടോപ്പ് ടാലന്റ്. ഓക്കെ, നല്ല യോഗ്യരായ വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ് ഫ്ലെക്സിബിലിറ്റി മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ചിലപ്പോഴൊക്കെ നല്ല ഒരു കഴിവുള്ള എബിലിറ്റി ഉള്ള പേഴ്സൺസ് ആണ് ആ ഒരു ക്യാമ്പസിൽ ഉള്ളത് അല്ലെ. അവരുടെ ഒരു പ്രദർശനവും കാര്യങ്ങളൊക്കെ കാണാൻ പോയി ഇപ്പൊ അങ്ങനെ തോന്നിയെങ്കിൽ കുറച്ച് വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് വേണം അവരിൽ നിന്ന് ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിലേക്ക് ലഭ്യമാക്കാനായിട്ട് അവരെ അപ്ലൈ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കണം അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് എന്തിനാ പ്രേരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും തന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ കമ്പനിയിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവര് കുറെ ഹയറിംഗ് ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും അവരെ അട്രാക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഫ്ലെക്സിബിലിറ്റി ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ ഹൗ കമ്പനി അട്രാക്ട്സ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ചേഞ്ചസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടമായിട്ട് സ്വാധീനിക്കുന്ന ഘടകമാണ് കമ്പനിയിലേക്ക് എല്ലാവരും അട്രാക്ട് ചെയ്യാനായിട്ട്. ഹയേഴ്സ് ആൻഡ് റിലേഷൻ ടോപ്പ് ടാലന്റ്. ഓക്കെ, നമുക്കറിയാം മേൽത്തട്ടിലുള്ള ജീവനക്കാരെയാണ് കണ്ടെത്തണമെങ്കിൽ പ്രധാനമായിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ കൊടുത്ത് ചേഞ്ചസ് ഒക്കെ വരുത്തിയതിനു ശേഷമാണ് ഇവരെ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നോവേഷൻ ക്യാൻ ലീഡ് ടു ഹയർ പ്രൊഡക്ടിവിറ്റി. അതായത് പുതുമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി കൂടും അല്ലെ. പ്രൊഡക്ടിവിറ്റി കുറയാണോ? കൂടോ കുറയോ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കൂടും അല്ലെ. കാരണം നമുക്കറിയാം ഒരു മെഷീന്റെയോ ഒരു ടെക്നിക്കൽ സാങ്കേതിക വിദ്യയുടെയോ അല്ലെ എന്തെങ്കിലുമൊക്കെ കൂടിയിട്ടാണ് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. As productivity increase, more goods and services are produced and the economy grows. Okay, നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ ഗുഡ്സ് ആൻഡ് സർവീസസും കൂടുതലാവും അല്ലെ. നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ അതനുസരിച്ചുള്ള വിറ്റുവരവ് നേടിയെടുക്കാൻ സാധിക്കുന്നു. അതേമാതിരി തന്നെ അവരുടെ സർവീസ് ആണെങ്കിലും അതനുസരിച്ചുള്ള പ്രോഫിറ്റബിൾ നേടാനായിട്ട് സാധിക്കും പ്രൊഡക്ടിവിറ്റി കൂടുമ്പോൾ അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഒരു എക്കോണമിയിലെ ഗ്രോത്ത് അല്ലെ ഇവിടെ സാമ്പത്തികമായിട്ട് വളർച്ച പ്രാപിക്കാനായിട്ട് സാധിക്കും.
വീണ്ടും എന്താണ് ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ബ്രിങ് വാസ്റ്റ് ബെനിഫിറ്റ്സ്. ഓക്കെ, പ്രോഫിറ്റ് ഉണ്ടാവും, ലാഭം ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ട് എക്കോണമി വർദ്ധിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്താണ് ഇന്നോവേഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഗ്രോത്ത് ബ്രിങ് വാസ്റ്റ് ബെനിഫിറ്റ് ഫോർ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്സസ്. അതായത് നമുക്കറിയാം പുതിയ നിറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി വികസിക്കുന്നു. പ്രൊഡക്ടിവിറ്റി വികസിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അതിന്റെ അല്ലെ കൺസ്യൂമേഴ്സിന് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടുന്നു, ബിസിനസ് വളർന്നു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തില് അല്ലെ അധികം സമയമില്ലാതെ നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കണം. അല്ലെ, അപ്പൊ അതനുസരിച്ചുള്ള സാങ്കേതിക ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും. അതനുസരിച്ചിട്ട് എന്താണ് നമ്മുടെ ബിസിനസ് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നാണ്. ഓക്കെ അല്ലേ? ഒരു പോയിന്റ് കൂടിയേ ഉള്ളൂ, ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ അല്ലേ? ലാസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. ഓക്കെ, അക്കംപ്ലിഷ് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അല്ലെ, അക്കംപ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ നേടിയെടുക്കാനായിട്ട്. ഓർഗനൈസേഷൻ ഗോൾസ് ആർ സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് എ കമ്പനീസ് മാനേജ്മെന്റ് എസ്റ്റാബ്ലിഷ് ടു ഔട്ട്ലൈൻ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ആൻഡ് ഗൈഡ് എംപ്ലോയീസ് എഫോർട്ട്. അതായത് അവിടെയുള്ള എംപ്ലോയീസിന്റെ നല്ല എഫോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ എന്താണ് നല്ലൊരു എഫേർട്ട് അവിടെ സാധ്യമാക്കുന്നുണ്ടെങ്കിൽ എന്താണ് മാനേജ്മെന്റിന് അറിയാം നല്ലൊരു റിസൾട്ട് നേടിയെടുക്കാനായിട്ട് ഇവരെ കൊണ്ട് സാധിക്കുമെന്നുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് നമുക്കറിയാം പല സ്ട്രാറ്റജിക് ആയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇവര് ഇങ്ങനെയുള്ള എംപ്ലോയീസിനെ അവര് സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് അങ്ങനെ സാറ്റിസ്ഫൈഡ് ചെയ്യിപ്പിച്ചാൽ എന്താ പ്രത്യേകത, അവരുടെ എഫേർട്ട് അല്ലെ, അവര് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ വിടുമ്പോൾ നല്ല മാക്സിമം പ്രോഫിറ്റബിൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും അല്ലെ. There are two main types of organization goals. രണ്ട് തരത്തിലുള്ള ഗോൾസുകളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് ഗോൾസ്. ഒരു ഓർഗനൈസേഷന് പലതരത്തിലുള്ള ഗോൾസുകൾ അച്ചീവ് ഉണ്ടാവില്ലേ? അതായത് അതിന്റെ പ്രധാനമായിട്ടും പല ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. അത് രണ്ടായിട്ട് തിരിക്കുകയാണ് ആ ലക്ഷ്യങ്ങളെ, ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ്. ഒഫീഷ്യൽ ഓക്കെ, ഒഫീഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. അതായത് എന്താണ് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കേണ്ടത് അല്ലെ, അതിനെ കുറിച്ചിട്ടുള്ളതാണ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഒഫീഷ്യൽ എന്ന് പറയുന്ന ഇതില് ടു കാറ്റഗറി ഓർഗനൈസേഷന്റെ ഗോളില് ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഒഫീഷ്യൽ ഗോളാണ്. Then ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഈ ലക്ഷ്യം നേടിയെടുക്കാനുണ്ട് അല്ലെ, ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് ഡിസൈർഡ് ഔട്ട്കംസ്. ഇപ്പൊ ഒരു ഔട്ട്കം ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു 100 ഉൽപാദന ശേഷി ഉണ്ടാവണം അല്ലെ, സംതിങ് ഇന്ന ദിവസം ഇത്രയും ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള ഒരു ടാർജറ്റ് ഉണ്ടാവോ? അങ്ങനെ ടാർജറ്റ് ഉണ്ടാവൂലേ? ഓക്കെ, ഉണ്ടാവും അല്ലെ. അതിപ്പോ സർവീസ് ആണെങ്കിലും അതെ, ഇന്ന ദിവസം ഇന്ന യൂണിറ്റിൽ ഇത്രയും പേഴ്സൺസിനെ കൈകാര്യം ചെയ്യാം അല്ലെ. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് തന്നെയായിരിക്കും അവര് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഓപ്പറേറ്റീവിൽ എന്താ പറയുന്നത്, ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് എ ഡിസൈർഡ് ഔട്ട്കംസ്.
ഓക്കെ, നമുക്കറിയാം ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുമ്പോൾ എന്താണ് ഉദ്ദേശിച്ച ആ ഒരു ഡിസൈഡ് ഔട്ട്കംസിലേക്ക് എത്തണം അല്ലെ, അതാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത്. ആ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ ആ ഡിസൈഡ് ഔട്ട്കംസിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. ആ ആവശ്യമായിട്ടുള്ള ചിലപ്പോൾ നമുക്കറിയാം ഇത്ര സമയം അവിടെ വർക്ക് ചെയ്യണം, നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം, എങ്കിലാണ് വിചാരിച്ച നേട്ടം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലാണ് കറക്ഷൻ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ഒഫീഷ്യൽ എന്നും ഓപ്പറേറ്റീവ് എന്നും രണ്ട് തരത്തിലാണ് ഓർഗനൈസേഷൻ കോഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടതാണ്. ഓർഗനൈസേഷൻ കോഴ്സ് ആർ ഡിവൈഡ് ഇൻടു ടു എന്താണ് ഒഫീഷ്യൽ ആൻഡ് ഓപ്പറേറ്റീവ് കോഴ്സ്. ഓക്കെ, ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആൻ ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ് അല്ലെ. ആ ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം എന്നുള്ളതാണ് ആദ്യത്തേതായിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ദെൻ ഈ ഗോൾ നേടിയെടുക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, അതാണ് അടുത്തൊരു കാര്യം അല്ലെ. അതാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന ഗോൾസ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, എന്നാ വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ നോക്കാം, ഒന്ന് വായിച്ചിട്ട്. ക്ലിയർ ആണോ ഇന്നെടുത്തത്? നമുക്ക് ഡിസൈനെ കുറിച്ചിട്ടാണ്, അത് കുറച്ച് കൂടുതലുണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം. ഏതെങ്കിലും ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ജസ്റ്റ് വായിച്ചിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോവാം. എന്തെങ്കിലും പറയാനായിട്ട് ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നുമില്ല. ഓപ്പറേഷൻ ആൻഡ് ഓപ്പറേറ്റീവ്. ഓക്കെ, ഓക്കെ. ദ മെയിൻ ടു ഓർഗനൈസേഷൻ ഗോൾസ് എന്ന് പറയുന്നത്, ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു സ്ഥാപനം തുടങ്ങുന്ന വ്യക്തിക്ക് ഒരു പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തായിക്കോട്ടെ, അവിടെ ഒരു പ്രധാനമായിട്ടും ഒരു ലക്ഷ്യമുണ്ടാവും, ഒരു വലിയൊരു എയിം ഉണ്ടാവും അല്ലെ, ഉണ്ടാവും. അതിനെയാണ് ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ഓർഗനൈസേഷൻ സീക്സ് ടു അക്കംപ്ലിഷ്. അതായത് ഓർഗനൈസേഷന് മെയിൻ ആയിട്ടുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇനി ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ദാറ്റ് ആർ റിക്വയർഡ് ടു അച്ചീവ് ഡിസൈർഡ് ഔട്ട്കംസ്. ഈ ഒരു വലിയൊരു ലക്ഷ്യം, ഈ ഒരു ഡിസൈർഡ് ഔട്ട്കം നേടിയെടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. നമുക്കറിയാം അതിനെ കുറിച്ചിട്ട് കുറെ ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. ആ ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യുന്നത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കണമെങ്കിൽ വലിയ ഓരോരോ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടി കോർഡിനേറ്റ് ചെയ്താലാണ് ഈ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഈ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്.
ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ലക്ഷ്യങ്ങൾ ഒന്നിച്ച് നിന്നാലാണ് ആ ഓർഗനൈസേഷന് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഗോള് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രൊഫഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഗോള്, ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു വലിയ ലക്ഷ്യം നേടിയെടുക്കാനായിട്ടുള്ള ലക്ഷ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ. ഓക്കെ, ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങൾ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.